ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ കരുണയാൽ പിന്നെയും നമുക്ക് ഒന്നിച്ച് കൂടി വരുവാൻ ദൈവം തരുന്ന സാവകാശത്തിനായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഞാൻ റീഡ് എ വേഴ്സ് ഫ്രം സാംസ് 116, 116 സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. 116 സങ്കീർത്തനം, സാംസ് 116 verse 1 and 2. Can we read in English, my dear? I love the Lord because he has heard my voice and my supplications, because he has inclined his ear to me. Therefore I will call upon him as long as I live. Praise the Lord. ഇതൊരു ഭക്തൻ സങ്കീർത്തനം എന്ന് പറയുന്നത് കർത്താവിനെ മഹത്വപ്പെടുത്തുകയും കർത്താവിനെ ആരാധിക്കുകയും ഹൃദയത്തിലെ പ്രവചന ശബ്ദങ്ങളായിട്ടും ഒക്കെ കേൾക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ എഴുതിയ ഭാഗങ്ങളാണല്ലോ, ചെറിയ ചെറിയ അധ്യായങ്ങളാണ്. ഈ സങ്കീർത്തനം ആരാ എഴുതിയത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു പക്ഷെങ്കിൽ അതിൻ്റെ ശീർഷത്തിലില്ല. പക്ഷേ അതിൻ്റെ കണ്ടൻ്റൊക്കെ കണ്ടിട്ട് ഒരു പക്ഷെങ്കിൽ ദാവീദ് തന്നെ ആയിരിക്കാം ഇത് എഴുതിയത് എന്ന് നമുക്ക് അനുമാനിക്കാം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ ഭക്തൻ അദ്ദേഹം എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവമാണ് എഴുതുന്നത്. നമുക്കറിയാം, ചില കാര്യങ്ങൾ തിയറികളായിട്ട് നിലനിൽക്കും, നല്ല ആശയങ്ങളായിട്ട് നിലനിൽക്കും. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഭാഗം തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഐ ലവ് ദ ലോർഡ് ബിക്കോസ് ഹി ഹാസ് ഹേർഡ് മൈ വോയിസ് ആൻഡ് മൈ സപ്ലിക്കേഷൻ. ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നു. എന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ശ്രദ്ധ വെച്ച് കേട്ടു. അടുത്ത ഭാഗം: ബിക്കോസ് ഹി ഹാസ് ഇൻക്ലൈൻഡ് ഹിസ് ഇയർ ടു മീ, therefore I'll call upon him as long as I live. അവനെങ്കിലേക്ക് ചാഞ്ഞു വന്നിരിക്കുന്നു. ആ വാക്യം കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഈ ചാഞ്ഞു വന്നിരിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ പലപ്പോഴും കണ്ടു കാണുമായിരിക്കും. വലിയ ഡിഗ്നിറ്ററീസൊക്കെ ഒരു പക്ഷെങ്കിൽ പ്രധാനമന്ത്രിയോ പ്രൈം മിനിസ്റ്ററോ അല്ലെങ്കിൽ പ്രസിഡൻറ്റോ ഒക്കെ ഇപ്പോൾ സ്കൂളുകളൊക്കെ വിസിറ്റ് ചെയ്യാൻ പോകും. ഇപ്പോൾ കൊച്ചു പിള്ളേരുടെയൊക്കെ സ്കൂളുകളൊക്കെ വിസിറ്റ് ചെയ്യാൻ പോകും. അപ്പോൾ പിള്ളേരോട് ചോദിക്കും, വാട്ട് ഈസ് യുവർ അംബിഷൻ ഇൻ യുവർ ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ അവർ പറയും, ഞങ്ങൾ ഇന്നതാവണം എന്ന് പറയും. അവരോട് കേൾക്കാനായിട്ട് ഈ വലിയ ഡിഗ്നിറ്ററീസ് ആയിരിക്കുന്ന ഇവർ ചെവി ചായ്ച്ച് കേൾക്കുന്ന കാണും. കാരണം ഇവർ പറയുന്നതൊന്നും ചിലപ്പം കേൾക്കുകയില്ല. സ്വർഗത്തിലെ ഈ കർത്താവ് എന്ന് പറയുന്ന ദൈവം, സകലത്തെയും ഉണ്ടാക്കിയ ദൈവം, നമ്മുടെ ഈ സൗരയുധം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ സോളാർ സിസ്റ്റം ഒരു സോളാർ സിസ്റ്റമാണ്. അങ്ങനെ അനേക സോളാർ സിസ്റ്റമുള്ള ഇത് സകലത്തെയും സൃഷ്ടിച്ച ദൈവം നമ്മളുടെ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെവി ചായ്ച്ചു. കാരണം ചായ്ക്കാതിരുന്നാൽ കേൾക്കുകയില്ല അല്ലേ? യു സീ ദാറ്റ് എക്സ്പ്രഷൻ. ചെവി ചായ്ച്ചു വന്ന് അത്ര കെയർഫുള്ളായിട്ട്, നമ്മളിപ്പോൾ അതൊക്കെ പറയുന്നൊരു കാര്യമാണെങ്കിലും അത് കേൾക്കുന്ന ഒരു ദൈവം. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷൻ അദ്ദേഹം പറയുകയാണ്, ഐ ലവ് മൈ ലോഡ്, ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിൻ്റെ കൂടെയുള്ള നടത്തം എന്ന് പറയുന്നത് ഒരു തിയറിയോ, നമ്മൾ പണ്ട് പറയുന്നതല്ലോ പള്ളി പറയുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പള്ളി പറയുന്ന കാര്യങ്ങളൊന്നും നടക്കത്തില്ല, ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷനല്ല, തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമായിരുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു അനുഭവമാണ് ഐ ലവ് ദ ലോർഡ്. ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, ഇലക്ട്രിസിറ്റി കണ്ടത് ആരൊക്കെയുണ്ട്? ഒന്ന് കൈപൊക്കി. ഇലക്ട്രിസിറ്റി കണ്ടിട്ടുള്ളവർ ആരും ഇല്ലേ? നിങ്ങളുടെ ആരുടെയും വീട്ടിൽ ഇലക്ട്രിസിറ്റി ഇല്ല? ഇലക്ട്രിസിറ്റി കണ്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങളുടെ ആരുടെയും വീട്ടിൽ ഇലക്ട്രിസിറ്റി ഉണ്ടോ? ഉണ്ടോ ഇല്ലേ? ഉണ്ട്. പിന്നെ ഹൗ ഡിഡ് യു നോ? ചിലർ ചോദിക്കത്തില്ലേ, കറണ്ട് വന്നോ ചോദിക്കുമ്പോൾ നമ്മൾ പറയാം വന്നെന്നോ ഇല്ലെന്നോ എങ്ങനെ പറയും? കറണ്ടിനെ കണ്ടിട്ടല്ല നമ്മൾ പറയുന്നത്, പിന്നെ എങ്ങനെയാ? ലൈറ്റ് കത്തും പറയും കറണ്ടുണ്ട്. ഇലക്ട്രിസിറ്റി നേരിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷേ അതുപോലെ തന്നെ ദൈവത്തെ നമുക്ക് നേരിട്ടൊരു പക്ഷെങ്കിൽ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും യു ക്യാൻ സീ ഹിസ് എഫക്ട്സ് ഇൻ അവർ ലൈഫ്. കാറ്റ് നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമല്ല. നമുക്ക് കാറ്റിനെ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കാറ്റിനെ കാര്യം നമുക്ക് കണ്ടിട്ടില്ല. പക്ഷെങ്കിൽ കാറ്റിൻ്റെ എഫക്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. കാറ്റടിച്ചാൽ എന്തുണ്ടാവും? അപ്പോൾ പറയാം കാറ്റ് അതുവഴി പോയിട്ടുണ്ടെന്ന് പറയും അല്ലേ? അതുപോലെ നമ്മൾ ദൈവത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കും. ദൈവത്തെ അറിയുന്നത് നമ്മളെല്ലാം ദൈവം നമ്മുടെ മുമ്പിൽ വന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടോ ചെയ്തിട്ടോ അല്ല. ആ ദൈവത്തിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മൾ ഇടപെടലിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് ദൈവമാണ് എന്ന്. മനസ്സിലായോ? ഇത് ദൈവമാണ് എന്ന്
നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. അപ്പോൾ അവിടെ ഈ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്, ഐ ക്രൈഡ് അൺ ടു ദ ലോർഡ് ബിക്കോസ് he inclined his ear to me, therefore I'll call upon him as long as I live. ഞാൻ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന, എൻ്റെ അവസ്ഥകളെ അറിഞ്ഞ് അടുത്തു വരുന്ന ഒരു കർത്താവിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സി വാട്ട് എ കംഫോർട്ട് വി ഹാവ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ആ പാടിയ പാട്ടുകളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ മനമേ ചഞ്ചലം എന്തിനായി എന്നൊക്കെ പറഞ്ഞ് ഓരോ ഭക്തന്മാരും തങ്ങളുടെ അവസരങ്ങളിൽ എഴുതിയിരിക്കുന്ന പാട്ടുകളാണുള്ളത്. പക്ഷെ നമ്മുടെ അനുഭവങ്ങളാണോ ഇല്ലയോ എന്നാണ് നമുക്കറിയേണ്ടത്. നമുക്ക് ചഞ്ചലപ്പെടാതിരിക്കുന്ന ഒരു അവസരങ്ങൾ, ഓരോ അവസ്ഥകൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അതുപോലത്തെ സാഹചര്യങ്ങളൊക്കെ വരാം, സിറ്റുവേഷൻസൊക്കെ ഉണ്ടാവാം. അതൊന്നും വരുത്തില്ല എന്നൊന്നും ദൈവവചനം പറയുന്നില്ല. പക്ഷേ അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ ഞാനതിനെക്കുറിച്ച് ഭാരപ്പെടുന്നില്ല, അതിനെക്കുറിച്ച് വല്ലാതെ വറി ചെയ്ത് എൻ്റെ ജീവിതത്തെ കലങ്ങി ഒരിക്കൽ പ്രത്യാശയില്ലാത്ത ഒരു വ്യക്തിയെ പോലെ ഞാൻ ആയിത്തീരുന്നില്ല. അതിൻ്റെ ആവശ്യമില്ല എന്ന് ദൈവവചനം പറയുന്നു. നമുക്ക് വാക്യം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലെ 43-ാമത്തെ വാക്യം ഒരു സ്ത്രീയെ സംബന്ധിച്ച്, ആ സ്ത്രീയുടെ വളരെ പ്രയാസകരമായ ഒരു അവസ്ഥയാണ് ആ സഹോദരി കടന്നു പോകുന്നത്. ആരോടും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. ഒത്തിരി പൈസ ചിലവാക്കി. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലെ 43-ാമത്തെ വാക്യം, ചാപ്റ്റർ 8 വേഴ്സ് 43. ഈ സഹോദരിയെ നമുക്കറിയാം. ഈ സഹോദരി പല പ്രാവശ്യം നമ്മൾ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്. 12 വർഷമായിട്ട് ഈ സഹോദരിയുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ആ പ്രശ്നം ആരോടും അധികം പറയാൻ പറ്റുന്നൊരു സാഹചര്യവുമല്ല. എന്നാൽ ഈ സാഹചര്യത്തിലായിരിക്കുന്ന ഈ സിസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം യേശു കർത്താവ് വരുന്നത് അറിഞ്ഞിട്ട് പതുക്കെ പോയിട്ട് ഈ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെ തൊട്ടു. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള സ്ത്രീകളെ അശുദ്ധ എന്നാണ് വിളിക്കുന്നതെങ്കിൽ പോലും, എന്നാൽ ഒരിക്കലും പോയി യേശുവിനെ തൊടുവാനുള്ള അധികാരം ശരിക്കും പറഞ്ഞാൽ ഇല്ല എങ്കിൽ പോലും പരിശുദ്ധനായ ദൈവത്തെ പോയി തൊടുകയാണ്. നമുക്കറിയാം, ഒരിക്കലും പരിശുദ്ധനായ ദൈവത്തെ അശുദ്ധനായ നമ്മൾ ആരെങ്കിലും പോയി തൊട്ടത് കൊണ്ട് അവൻ അശുദ്ധനാകുകയില്ല. അതുകൊണ്ട് ഈ പരിശുദ്ധനായ ദൈവത്തിൻ്റെ പരിശുദ്ധി നമ്മളിലേക്ക് വ്യാപരിക്കുകയുള്ളൂ. ഇവിടെ കണ്ടോണം, ആ സഹോദരി ഈ കർത്താവിൻ്റെ തൊങ്ങലിൽ തൊട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആ സഹോദരിക്ക് സൗഖ്യമായി. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ആരും തൻ്റെ പ്രയാസം കൊണ്ട് ആരുടെയും ചെല്ലുവാൻ കഴിയത്തില്ല. പല വാതിലുകളിലും മുട്ടി പല ഫിസിഷ്യൻസിനെയും കണ്ടു ഒക്കെ ആണെങ്കിൽ പോലും സൗഖ്യമില്ലാതിരുന്ന ആ സഹോദരിയെ സഹായിക്കാൻ കർത്താവായ യേശു ക്രിസ്തു. ആ സഹോദരിയുടെ പാട്ട് പിന്നീട് എന്തായിരിക്കും? ഈ സങ്കീർത്തനമായിരിക്കില്ലേ? ആ സഹോദരി പിന്നെ പടം, എൻ്റെ ചെവി ചായ്ച്ചു എന്ന എൻ്റെ ആവശ്യത്തിൽ ഇറങ്ങി വന്നൊരു കർത്താവ് എനിക്കുണ്ട് എന്ന് പ്രത്യേകിച്ച് ആ സഹോദരി. അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഇങ്ങനെ ഒരു കാര്യത്തിൽ കർത്താവിനെ തൊട്ടും രുചിച്ചും അറിഞ്ഞ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അതുണ്ടെന്ന് ഞാൻ കരുതുന്നു. ചിലരെ സംബന്ധിച്ചിടത്തോളം മീറ്റിങ്ങിന് വരുന്നത് ബോറിംഗ് ആണ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് യു ഹവ് നോട്ട് ടേസ്റ്റഡ് ഇറ്റ്. യു ഹവ് നോട്ട് ടേസ്റ്റഡ് ദ ലോർഡ്. നിങ്ങളുടെ കർത്താവിനെ നിങ്ങൾ രുചിച്ചറിഞ്ഞിട്ടില്ല. രുചിച്ചറിഞ്ഞാൽ നിങ്ങൾ പറയും, ധൈര്യമായിട്ടും പറയും, യെസ് മൈ ലോർഡ് ഇസ് ഗുഡ്. അവൻ തേനിനേക്കാളും തേൻകട്ടയെക്കാട്ടിലും ഒക്കെ മധുരമാണ് എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയുവാനായിട്ട് കഴിയും. അപ്പം അതാണ് കർത്താവിനെക്കുറിച്ച് അന്ന് ആ സഹോദരിക്ക് ഒരു പക്ഷെങ്കിലും പാടാനായിട്ടുണ്ടായിരുന്നത്. അതിന് തൊട്ടടുത്തായിട്ട് വായിക്കുന്നു, ആരാണ് എന്നെ തൊട്ടെന്ന് ചോദിച്ചപ്പോൾ ശിഷ്യന്മാരൊക്കെ പറഞ്ഞു, എല്ലാവരും തൊട്ടു. ഇതിപ്പോൾ പ്രത്യേകിച്ച് എന്നാ പറയാനുള്ളതെന്ന് പറഞ്ഞപ്പോൾ, ദർ ഇസ് സംബഡി ഹു ടച്ച്ഡ്. ഹല്ലേലൂയ. വാട്ട് എ വണ്ടർഫുൾ ലോർഡ്. നമ്മുടെ കർത്താവ് എത്ര മനോഹരമാണ്. അപ്പം നമ്മളുടെ പ്രയാസങ്ങൾ അറിഞ്ഞും നമ്മുടെ അവസ്ഥകൾ അറിഞ്ഞും ചെവി ചായ്ച്ചിറങ്ങി വരുന്ന ഒരു കർത്താവ്. മനസ്സിലായോ? അങ്ങനെ ദാറ്റ്സ് വാട്ട് ഹി സേസ്. ഈ ഇൻക്ലൈൻഡ് ഹിസ് ഇയർ ടു ഹിയർ മീ, എന്നെ കേൾക്കുവാൻ ചെവി ചായ്ച്ചിറങ്ങി വരുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അശുദ്ധികൾ തന്നെ അശുദ്ധമാക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പരിശുദ്ധനായ ഒരു ദൈവത്തിൻ്റെ അടുക്കലാണ് നമ്മൾ അടുത്ത് വന്നിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ ഇതേപോലെ വേറൊരു സാഹചര്യം നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം, ചാപ്റ്റർ 3 വേഴ്സ് 7. 3-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. ഇസ്രായേൽ മക്കൾ അടിമകളായി മിസ്രൈമിലായിരുന്ന സമയത്ത് അവരുടെ അവസ്ഥകളെ ശരിക്കും പറഞ്ഞാൽ അവിടെ എഴുതിയിരിക്കുകയാണ്. 3:7. അവിടെ നമ്മൾ മനസ്സിലാക്കണം, ചില സാഹചര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചാൽ മാത്രമേ നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങുള്ളൂ. എല്ലാവരും ഒക്കെ സമ്മതിക്കുന്നുണ്ടല്ലോ അല്ലേ? നമ്മൾ ഒത്തിരി കംഫർട്ടബിൾ ആണെങ്കിൽ നമ്മൾ ഒരിക്കലും ചിലയിടത്തു നിന്ന് ഇറങ്ങിയല്ല. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം മിസ്രൈം എന്ന് പറയുന്ന സ്ഥലം വലിയ കുഴപ്പമില്ലാതൊക്കെ ഇങ്ങനെയൊക്കെ പോകുമായിരുന്നു. പക്ഷേ കർത്താവിൻ്റെ പ്ലാൻ അവിടെയല്ല. കർത്താവിനെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാലും തേനും ഒഴുകുന്ന ഒരു സ്ഥലം വെച്ചിട്ടുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി ചിറ്റുള്ളിയും ഇച്ചിരി മത്തങ്ങായും ഒക്കെ കിട്ടിയാലും അതൊക്കെ ദേ ആർ വെരി ഗ്രേറ്റ് ഫോർ ദം. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയൊക്കെ മതി എന്ന് ആഗ്രഹിച്ചിരുന്ന സമയത്ത് ദൈവത്തിന് തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ വലിയ പ്ലാനുകളുണ്ട്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വലിയ പ്ലാനുകളുള്ളപ്പോഴും നമ്മളെ അതിൽ നിന്നൊക്കെ അനക്കണമെന്നുണ്ടെങ്കിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചില മുള്ളുകളൊക്കെ വെച്ചെങ്കിലേ പറ്റുള്ളൂ. അപ്പം ഇവിടുത്തെ സാഹചര്യത്തിൽ വളരെ ബുദ്ധിമുട്ടായ ഒരു സാഹചര്യത്തിലാണ് അവിടെ പ്രതിനിധിക്കുന്നത്. അവർ പറയുകയാണ്, അവരുടെ ജോലിയുടെ കഠിന ഭാരം കൊണ്ട്, ഊഴിയ വിചാരന്മാരുടെ
ആ ഭാരം കൊണ്ടിട്ട് അവർ യഥാർത്ഥത്തിൽ അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ കരച്ചിലാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഐ ഹാവ് ഷുവർലി സീൻ ദി ഒപ്രഷൻ ഓഫ് മൈ പീപ്പിൾ ഹു ആർ ഇൻ ഈജിപ്റ്റ് ആൻഡ് ഐ ഹവ് ഹേർഡ് ദേ ക്രൈ ബിക്കോസ് ഓഫ് ദെയർ ടാസ്ക് മാസ്റ്റേഴ്സ് ഫോർ ഐ നോ ദെയർ സോറോസ്. അവരുടെ കഷ്ടങ്ങൾ എനിക്ക് അറിയാം. പ്രൈസ് ഗോഡ്. മൈ ലോർഡ് നോസ് മൈ പ്രോബ്ലംസ്. എൻ്റെ ദൈവത്തിന് എന്നെ പൂർണ്ണമായിട്ട് അറിയാം. പൂർണ്ണമായിട്ടെന്ന് മാത്രമല്ല, എൻ്റെ കഷ്ടങ്ങളറിയാം. ഞാൻ ഏതൊക്കെ നമ്മളൊരു പക്ഷേ ഇങ്ങനെ ആരും കാണാതെ ഒരിടത്തൊക്കെ പോയിരുന്ന് ഇങ്ങനെ ആരും അറിയണ്ട എന്നൊക്കെ വിചാരിച്ച് വിഷമിച്ചൊക്കെ ഇരിക്കുമ്പോഴും നമ്മുടെ ദൈവം നമ്മളെ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു, കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. ഇസ്ന്റ് ഇറ്റ് എ വണ്ടർഫുൾ തിങ് ടു നോ ദാറ്റ് യു ഹാവ് എ ഗോഡ് ലൈക്ക് ദാറ്റ്. അങ്ങനെ ഒരു ദൈവം, നമ്മളെ അറിയാവുന്ന ഒരു ദൈവം, നമ്മളെ പൂർണ്ണമായിട്ടും അറിയുന്ന ഒരു ദൈവമുള്ള കാര്യം ഉണ്ട് എന്ന് തന്നെ തിരിച്ചറിയുന്നത് തന്നെ എത്ര വലിയ കാര്യമാണ്. പ്രൈസ് ഗോഡ്. അപ്പം അവരുടെ കാര്യത്തെക്കുറിച്ച് അറിഞ്ഞു എന്ന് കർത്താവ് പറയുന്നു. ഞാൻ അവരുടെ കരച്ചിൽ കണ്ടു. അവരുടെ അവസ്ഥകൾ കേട്ടു, അവരുടെ കരച്ചിൽ കേട്ടു, അവരുടെ അവസ്ഥകൾ കണ്ടു എന്ന് പറയുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ദൈവജനം പരിചയപ്പെടുത്തുന്നു. അങ്ങനെ അവരോടൊക്കെ മോശയിൽ കൂടെ അവരോട് ഇടപെടുകയാണ്, ഈ ഫറവോനോട് ഇടപെടുകയാണ്. അപ്പോൾ ഫറവോനോട് ഇടപെടുമ്പോൾ നമുക്കറിയാം 10 ബാധകൾ അവരുടെ കാണിച്ചു. ആ 10 ബാധകളിൽ ആദ്യത്തെ ഒരെണ്ണം അയച്ചു. ആദ്യത്തെ ബാധ എന്തായിരുന്നു? ആദ്യത്തെ ബാധ എന്തായിരുന്നു? 7-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം. ആദ്യത്തെ ബാധ ഇത്രയും മേലായിരുന്നു, വെള്ളം രക്തമായി തീരുക. അതായിരുന്നു ബാധ അല്ലേ? ആദ്യത്തെ ബാധ. രണ്ടാമത്തെ എന്തായിരുന്നു? ഈ രണ്ടാമത്തെ റോയിലിരിക്കുന്ന ആരെങ്കിലും രണ്ടാമത്തെ ബാധ എന്തായിരുന്നു? ബൈബിൾ നോക്കിയേ. എക്സോഡസ് ചാപ്റ്റർ 14, പുറപ്പാട് പുസ്തകം ചാപ്റ്റർ 7, 8-ാമത്തെ അധ്യായം 8-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. തവള. എല്ലായിടത്തും തവള. എല്ലായിടത്തും തവള വന്നു. വളരെ ബുദ്ധിമുട്ടായിട്ടൊരു സാഹചര്യമാണ്. പക്ഷെങ്കിൽ 7-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഈ വെള്ളം രക്തമായി തീരുന്ന അവസ്ഥ കാണുന്നത് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. 22-ാമത്തെ വാക്യം, വേഴ്സ് 22. മിസ്രൈമ്യ മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു. എതുപോലെ ചെയ്തു? വെള്ളത്തെ രക്തമാക്കി തീർക്കുന്ന കാര്യം ആരുടെ ചെയ്തു? അപ്പം എല്ലാ അത്ഭുതങ്ങളും ദൈവം ചെയ്തതാണെന്ന് നമ്മൾ പറയരുത്. ദൈവത്തിന് മാത്രമല്ല, മന്ത്രവാദത്തിനും ചെയ്യുവാൻ കഴിയും അല്ലേ? മന്ത്രവാദത്തിനും ചെയ്യുവാൻ കഴിയും. രണ്ടാമത്തെ ബാധ എന്തായിരുന്നു? സെക്കൻഡ് റോ. രണ്ടാമത്തെ ബാധ എന്തായിരുന്നു? തവള. ഈ തവളയെ കൊണ്ടുവരാൻ കഴിഞ്ഞോ? 8-ാമത്തെ അധ്യായത്തിൻ്റെ താഴോട്ടെ വേഴ്സ് 15. ഈവൻ തവളയെ പോലും അതുപോലെ കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? ഇനിയും 3-ാമത്തെ ബാധ എന്തായിരുന്നു? പേൻ. 3-ാമത്തെ ബാധ ആയപ്പോൾ ഇനിയും മന്ത്രവാദികൾ പറയുന്നത് കേൾക്കാം. 18-ഉം 19-ഉം വാക്യങ്ങൾ. Now the magicians so worked with the enchantments to bring forth lies, but they could not. മജീഷ്യൻസ് പേൻ കൊണ്ടുവരാനും ശ്രമിച്ചു, പക്ഷെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അപ്പം ആദ്യത്തേത് അവർക്ക് ചെയ്യാൻ കഴിഞ്ഞു, രണ്ടാമത്തേത് ചെയ്യാൻ കഴിഞ്ഞു. നിങ്ങൾക്കറിയാം, അതിന് മുമ്പ് വടി താഴെയിട്ടപ്പോൾ അതും ചെയ്യാൻ കഴിഞ്ഞു, അവിടെയും ചെയ്യാൻ കഴിഞ്ഞു. 3-ാമത്തേത് വന്നപ്പോൾ, പേനിൻ്റെ കാര്യം വന്നപ്പോൾ, മജീഷ്യൻസ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ദിസ് ഈസ് ദ ഫിംഗർ ഓഫ് ഗോഡ്. ഇത് ദൈവത്തിൻ്റെ കരമാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കും. എല്ലാം ദൈവം ചെയ്തതാണ് എന്ന് നമുക്ക് ഒരു പക്ഷെങ്കിൽ പറയുവാനായിട്ട് കഴിയില്ല. എന്നാൽ ചില കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയും, ദിസ് ഈസ് ദ ഫിംഗർ ഓഫ് ഗോഡ്. ഇത് ദൈവത്തിൻ്റെ കരമാണ്. എൻ്റെ കൂടെ ഉണ്ടല്ലോ എല്ലാവരും? പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ടും മജീഷ്യൻസ് പറഞ്ഞു, ഫറവോട് പറഞ്ഞു, ലോ ഫറവോ, ഇങ്ങനത്തെ സിറ്റുവേഷനാണ്, ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ദൈവമല്ല, ഈ ദൈവം വ്യത്യാസകരമായ ദൈവമാണ്. അങ്ങനെ 9 എണ്ണവും കഴിഞ്ഞു. 10-ാമത്തെ ബാധ എന്തായിരുന്നു? കടിഞ്ഞൂൽ പുത്രന്മാരുടെ സംഹാരം. ആദ്യത്തെ കുട്ടിയുടെ സംഹാരമാണ്. കടിഞ്ഞൂൽ പുത്രന്മാരുടെ സംഹാരമാണ്.
ലാസ്റ്റ് 10ാമത്തെ ബാധ ആയിട്ട് വരുന്നത്. ഈ 10ാമത്തെ ബാധയിൽ നിന്നും രക്ഷപ്പെടുവാനായിട്ട് ദൈവം തന്നെ ഒരു ഉപാധി വെച്ചു. ആ ദൈവം വെച്ചിരിക്കുന്ന ഉപാധി നമ്മൾ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ 12ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. ചാപ്റ്റർ 12 വേഴ്സ് 1 and 2. നിങ്ങൾ ഇസ്രായേലിൻ്റെ സർവ്വസംഘത്തോടും പറയേണ്ടത് എന്തെന്നാൽ ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി വീതം ഒരു ആട്ടിൻകുട്ടിയെ എടുക്കണം. പിന്നെ ഒരു ആട്ടിൻകുട്ടി വീതം ഓരോരുത്തൻ ഓരോ ആട്ടിൻകുട്ടി എടുക്കണം. ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ പോരെങ്കിൽ ആളുകളുടെ എണ്ണത്തിനൊത്തവണ്ണം അവനും അവൻ്റെ വീടിനടുത്ത അയൽക്കാരനും കൂടി അതിനെ എടുക്കണം. ഓരോരുത്തൻ തിന്നുന്നതിനൊത്തവണ്ണം കണക്ക് നോക്കി നിങ്ങൾ ആട്ടിൻകുട്ടിയെ എടുക്കണം. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം. അത് ചെമ്മരിയാടോ കോലാടോ ആകാം. ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം. അതിൻ്റെ രക്തം കുറെയെടുത്ത് തങ്ങൾ തിന്നുന്ന വീടുകളുടെ വാതിലിൻ്റെ കട്ടളയ്ക്കാൽ 2ന്മേലും കുറുമ്പടിമേലും പുരട്ടണം. അന്ന് രാത്രി അവർ തീയിൽ ചുട്ടതായ ആ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നണം. കയ്പ് ചീരയോടുകൂടെ അത് തിന്നണം. തലയും കാലും അന്തർഭാഗങ്ങളുമായി തീയിൽ ചുട്ടിട്ടല്ലാതെ പച്ചയായിട്ടോ വെള്ളത്തിൽ പുഴുങ്ങിയതായിട്ടോ തിന്നരുത്. പിറ്റന്നാൾ കാലത്തേക്ക് അതിലൊട്ടും ശേഷിപ്പിക്കരുത്. പിറ്റന്നാൾ കാലത്തേക്ക് ശേഷിക്കുന്നത് നിങ്ങൾ തീയിലിട്ട് ചുട്ടുകളയണം. അരകെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് നിങ്ങൾ തിന്നണം. തിടുക്കത്തോടെ നിങ്ങൾ തിന്നണം. അത് യഹോവയുടെ പെസഹയാകുന്നു. അപ്പോൾ ഇത് യഹോവയുടെ പെസഹ എന്ന് പറയുമ്പോൾ എളുപ്പത്തിൽ വായിച്ച ഭാഗം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഒരു കുടുംബത്തിന് ഒരാട് വെച്ചെടുക്കണം. ഇനി നിങ്ങൾ ചെറിയ കുടുംബമാണെങ്കിൽ ഒരാട് മൊത്തം തീരെയില്ലെങ്കിൽ 1-2 കുടുംബങ്ങൾ ചേർന്ന് ഒരാടിനെ നിങ്ങൾ വാങ്ങിക്കണം. ആ ആടിനൊരു പ്രത്യേകത ഉണ്ടായിരിക്കണം. എന്തായിരിക്കണം ആടിൻ്റെ പ്രത്യേകത? ഊനമില്ലാത്തതായിരിക്കണം. ഊനമില്ലാത്ത ഒരാട്ടിൻകുട്ടി ആയിരിക്കണം. കോലാടോ അല്ലെങ്കിൽ ചെമ്മരിയാടോ ആകാം എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഷീപ്പ് ഓർ ഫ്രം ദ ഗോഡ്സ് എന്നിട്ട് പറഞ്ഞു അതിനെ 14-ാമത്തെ ദിവസം അതിനെ എന്ത് ചെയ്യണം? അതിനെ കൊല്ലണം. ഇതിന് ശേഷം അതിൻ്റെ രക്തമെടുത്ത് കട്ടളമേലും കുറുമ്പടിമേലും പുരട്ടണം. അപ്പം നമുക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ചയെ നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറച്ചൊക്കെ ഏകദേശമൊക്കെ പറഞ്ഞു. അപ്പം ഈ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുവാൻ, ഫറവോൻ്റെ ഈ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുവാൻ 10ാമത്തേതായിട്ടുള്ള ബാധ എന്ന് പറയുന്നത് കടിഞ്ഞൂൽ പുത്രന്മാരുടെ സംഹാരമാണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഇസ്രായേലിയർക്കും മിസ്രൈമിയർക്കും ഒരേ ഒരു ഉപാധിയാണ് വെച്ചത്. ആരുടെ വീട്ടിൽ കട്ടിളമേലും കുറുമ്പടിമേലും ഈ രക്തം തെളിച്ചിട്ടുണ്ടോ അവരുടെ അടുക്കൽ സംഹാരദൂതൻ കടന്നു വരികയില്ല. ആ വീടിനെ ഒഴിഞ്ഞ് പാസ് ഓവർ ഫ്രം ദെയർ, അവിടെ നിന്നും കടന്ന് അടുത്ത വീട്ടിലോട്ട് പോകും. ഇനി ഏതെങ്കിലും ഒരു വീടാകട്ടെ, അത് ഇസ്രായേലാകട്ടെ മിസ്രൈമിലാകട്ടെ, ഏതെങ്കിലും ഒരു വീട് അവർ കട്ടിളമേലും കുറുമ്പടിമേലും ഈ ഊനമില്ലാത്ത ആടിൻ്റെ രക്തമില്ലാത്ത പക്ഷം അവിടുത്തെ മൂത്ത കുട്ടി മരിക്കും. അപ്പം അതായിരുന്നു അവർക്ക് കൊടുത്ത പ്രമാണം. അപ്പോൾ എന്നിട്ട് പറഞ്ഞിരിക്കുന്നു ദിസ് ഈസ് ദ പാസ് ഓവർ എന്ന് പറഞ്ഞു. അപ്പം നമുക്കറിയാം ചരിത്രത്തിലെ ഊനമില്ലാത്ത ഈ ആട്ടിൻകുട്ടി എന്ന് പറയുന്നത് ഈ കർത്താവായ യേശു ക്രിസ്തുവാണ്. അന്ന് ആക്ഷരികമായി അവരെ സംബന്ധിച്ചിടത്തോളം അവർ അടിമത്തത്തിലായിരുന്നു. നമ്മൾ സങ്കീർത്തനത്തിൽ വായിച്ചപ്പോൾ സങ്കീർത്തനം ഒന്നുകൂടെ വായിച്ച്, നമ്മൾ ആദ്യം വായിച്ച ആ സങ്കീർത്തനം ഒന്നുകൂടെ വായിച്ച് 116-ാമത്തെ സങ്കീർത്തനത്തിൽ ലെറ്റ് us read that verse again. ഒന്നുകൂടെ വായിച്ചേ. വേഴ്സ് 3 മൂന്നാമത്തെ വാക്യം. മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. മരണപാശങ്ങൾ എന്നെ ചുറ്റി പറഞ്ഞല്ലോ. ചില വേദനകളൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റുന്നതാണ്. ബട്ട് ഇറ്റ് ഈസ് ലൈക്ക് ഡെത്ത്. മരണപാശങ്ങൾ എന്നെ ചുറ്റി. പ്രിയ സഹോദരങ്ങളെ, ഇവരുടെ അവസ്ഥകൾ ഇതുപോലെ ആയിരുന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തു അവിടെ ഇറങ്ങി വന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം അവർക്ക് വേണ്ടി ഇറങ്ങി വന്ന് 10ാമത്തെ ബാധയായ ആ കടിഞ്ഞൂൽ പുത്രൻ്റെ സംഹാരത്തിനടുക്കൽ വന്നു. ഒരു യാഗം നിങ്ങളൊരു കുഞ്ഞാടിനെ നിങ്ങൾ യാഗം കഴിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് പറയാം. നമ്മൾ പലപ്പോഴും പാട്ടുകൾ പാടുമ്പോഴോ ദൈവകോപത്തീയിൽ വെന്തെരിഞ്ഞവനാണെന്ന് പറഞ്ഞ് പാടാറുണ്ട് അല്ലേ? അപ്പോൾ ഈ ആട്ടിൻകുട്ടി
അതിനെക്കുറിച്ച് അങ്ങനെ എഴുതിയിരിക്കുന്നത് അത് പൂർണ്ണമായും ചുട്ടെരിക്കണമെന്ന് പറയണം അല്ലേ. അപ്പം ദൈവ കോപത്തീ വഹിക്കുന്ന ഈ കുഞ്ഞാടിൻ്റെ രക്തം ഏതൊക്കെ വീടുകളിന്മേൽ തളിച്ചിട്ടുണ്ടോ ആ വീടുകളിൽ സംഹാരദൂതൻ കടന്നു ചെല്ലുകയില്ല. അതാണ് പെസഹായിട്ട് അവർ ആചരിക്കാനായിട്ട് പറഞ്ഞത്. എന്നാൽ നമുക്കായിട്ടൊരു പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചു കഴിയുമ്പോൾ മരണപാശങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു ഭക്തൻ തൻ പാടുന്നത് എങ്ങനെയാണ്? തൻ്റെ ജീവിതത്തിൽ ഒരു പക്ഷെങ്കിൽ അനേക കഷ്ടങ്ങളിൽ നിന്ന് പാടുന്നു എന്നുള്ളൊരു കാര്യം. എന്നാൽ അതിൻ്റെ അപ്പുറത്തായിട്ട് മരണഭാഷങ്ങൾ എന്ന് പറഞ്ഞാൽ പിശാചിൻ്റേതായിട്ടുള്ള മരണഭാഷങ്ങളുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് നമ്മളെ ഒരിക്കലായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യാഗം കഴിക്കുകയാണ്. ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യാഗത്താൽ ഇസ്രായേൽ മക്കൾ എല്ലാവരും, അങ്ങനെ ചെയ്തവരെല്ലാവരും അന്ന് രാത്രി വലിയ ഉണ്ടായപ്പോൾ ആരുടെയൊക്കെ വീട്ടിൽ ഈ കട്ടിളമേലും കുറുമ്പടമേലും ഈ രക്തം തളിച്ചുവോ അവിടെയൊക്കെ കടിഞ്ഞൂൽ പുത്രന്മാർ സംഹരിക്കപ്പെട്ടില്ല. പക്ഷെങ്കിൽ എവിടെയൊക്കെ ചെയ്യാതിരുന്നോ അവർക്കെല്ലാവരുടെയും വീട്ടിൽ ഇങ്ങനെ സംഭവിക്കുകയാണ്. അപ്പം ആരൊക്കെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് കടന്നു വരുന്നുവോ അവരെ സംബന്ധിച്ചിടത്തോളം മരണഭാഷയിൽ നിന്നുള്ള വിടുതൽ ദൈവം കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഇത് അന്ന് കാണിച്ചത് നിഴലായിരുന്നെങ്കിൽ ഇന്ന് നമുക്കത് പറയാനായിട്ട് പറ്റും, ഇറ്റ് എക്സാക്ട്ലി ഹാപ്പൻഡ്. ഇന്ന് നമ്മളതിനെ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ രക്ഷിക്കപ്പെടുവാനിടയായത്. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ അടുത്ത് വന്ന് കർത്താവേ, ഐ ട്രസ്റ്റ് മൈ ഫെയ്ത്ത് ഇൻ ദിസ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഈ യാഗത്തിൽ ഞാനും എന്നെ തന്നെ സമർപ്പിക്കുന്നു പറയുമ്പോൾ, അതുകൊണ്ടാണ് നമ്മൾ റോമർക്ക് ലേഖനം 6-ാം അധ്യായത്തിൻ്റെ ആ 2 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. ഒടുവിലത്തെ 2 വാക്യങ്ങൾ, chapter 6 verse 21 and 22. നിങ്ങൾക്ക് അന്ന് എന്തൊരു ഫലമുണ്ടായിരുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ അതിന്റെ അവസാനം മരണമല്ലോ. അതിന്റെ അവസാനം മരണമല്ലോ. പിന്നെ എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനുമാകുന്നു. നിത്യജീവന്. അപ്പം പാപത്തിന്റെ ശമ്പളം മരണമാണ്. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. എന്നാൽ ആ മരണം എന്ന് പറയും, എല്ലാവരും മരിക്കും, ശാരീരികമായി എല്ലാവരും മരിക്കും. ക്രിസ്ത്യാനിയും മരിക്കും, കർത്താവിനെ അക്സെപ്റ്റ് ചെയ്യാത്തവനും ഒക്കെ എല്ലാവരും മരിക്കും. പക്ഷേ എന്നാൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ് ഉണ്ടായിരിക്കണം അതിന് മുമ്പ്. അപ്പോൾ മരിക്കും. പക്ഷേ എന്നാൽ നിത്യമായ മരണം സംഭവിക്കുമോ ഇല്ലയോ, അതോ നിത്യജീവനിലോട്ടായിരിക്കുമോ? നിത്യമായ മരണം നിത്യമായി പിശാചിന് വേണ്ടി വെച്ചിരിക്കുന്ന ഇടമായ നരകത്തിൽ പോയി കിടക്കണോ, അതോ നിത്യമായ ജീവൻ ദൈവത്തിൻ്റെ കൂടെ എപ്പോഴും ജീവിക്കണമോ എന്നുള്ള തീരുമാനം നമുക്കിവിടെ വെച്ച് തീരുമാനിക്കാവുന്ന കാര്യമാണ്. അതെന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഈ കർത്താവ് ഈ പെസഹ കുഞ്ഞാടിൻ്റെ മേൽ ജീവൻ അർപ്പിച്ചോ, കർത്താവിൻ്റെ ആ കാര്യത്തിൽ വിശ്വസിക്കപ്പെട്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തിലാണ് തീരുമാനിക്കപ്പെടുന്നത്. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അതിനെക്കുറിച്ച് പിന്നെയും ചിന്തിച്ചല്ലോ. ആ കർത്താവായ യേശു ക്രിസ്തുവിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വലിയ ദാനമാണ്. പ്രൈസ് ഗോഡ്. തിമോത്തിയോസിൻ്റെ അടുക്കൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭാഗമുണ്ട്. മനോഹരമായ ഒരു ഭാഗമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. 2-ാം അധ്യായം 1 തിമോത്തി 2-ാം അധ്യായം. തിമോത്തിയോട് പറയാണ്, തിമോത്തി, നിങ്ങൾ എല്ലാവർക്കും വേണ്ടി, രാജാക്കന്മാർക്ക് വേണ്ടിയൊക്കെ നീ പ്രാർത്ഥിക്കണം. കാരണം എന്തുകൊണ്ടാണ് നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? ഫോർ കിങ്സ് ആൻഡ് ഓൾ ഹൂസ് ഇൻ അതോറിറ്റി, ചാപ്റ്റർ 2 verse 2, 2:2. വിശേഷ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണം എന്ന് ഞാൻ സകലത്തിന് മുമ്പേ പ്രബോധിപ്പിക്കുന്നു. അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമാകുന്നു. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്താൽ എത്തുവാനും ഇച്ഛിക്കുന്നു. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും. ആരെക്കുറിച്ച്? നമുക്ക് അവർക്ക് വേണ്ടി, നമ്മുടെ ബോസിന് വേണ്ടി, നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി ഒക്കെ നമുക്ക് അറിയാവുന്നവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്താണെന്ന് അറിയാമോ? അവർ സകല മനുഷ്യരും, ഫോർ ദിസ് ഈസ് എ ഗുഡ് ആൻഡ് അക്സെപ്റ്റബിൾ ഇൻ ദ സൈറ്റ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് അവർ സേവിയർ, who desires all men to be saved and to come to the knowledge of the truth. സത്യത്തിൻ്റെ ആ പരിജ്ഞാനത്തിലേക്ക് എല്ലാവരും കടന്നു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആരും നരകത്തിലേക്ക് പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പ്രിയ സൗരങ്ങളെ, എന്നെ കേൾക്കുന്നവരെല്ലാവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഈ ഒരു ഉറപ്പുണ്ടായിരിക്കണം, ഞാൻ നരകത്തിലേക്കല്ല പോകുന്നത്, ഞാൻ പോകുന്നത് നിത്യജീവൻ ദൈവത്തിൻ്റെ കൂടെ ഇരിക്കുവാൻ വേണ്ടിയാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. പൗലോസ് പറഞ്ഞത്, ഐ ഡിസയർ ഓൾ മെൻ who desires all men to be saved and come to the knowledge of God. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഗോസ്പൽ ഒരൊറ്റ വാക്യത്തിൽ പറയുന്ന വാക്യം, 5-ാമത്തെ വാക്യം verse 5.
ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. ദൈവം ഒരുവനല്ലോ. There is only one God and one mediator between God and man. That is the man Christ Jesus. വായിച്ചാടാ വാക്യം. ഒന്നുകൂടെ വായിച്ചേ. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുവേശു തന്നെ. മനസ്സിലാക്കണം, മനുഷ്യനായ ക്രിസ്തുവേശു തന്നെ. മനുഷ്യനായി കടന്നു വന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്, ഈ പെസഹ കുഞ്ഞാടാണ് നമുക്ക് വേണ്ടി വീണ്ടും ജനനത്തിന് വേണ്ടി നമുക്ക് കാരണഭൂതമായി തീർന്നത്. അതിനാൽ ഞാൻ രക്ഷ പ്രാപിച്ചു. ആ കർത്താവായ യേശു ക്രിസ്തു. എഫെസ്യർ 2 അധ്യായത്തിന്റെ 8 വാക്യം, Ephesians chapter 2 verse 8. For by grace you have been saved through faith, that not of yourself, it is a gift of God, not of works, lest anyone should boast. Verse 8 and 9. വായിച്ചാൽ. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രേ. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. അപ്പം കർത്താവ് നമ്മളെ രക്ഷിച്ച് ഒരു രക്ഷയുടെ അനുഭവത്തിൽ കൂടെ നമ്മളെ ജീവൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരികയാണ്. മരണത്തിൽ നിന്നും ജീവനിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പം നമുക്ക് ആ ജീവൻ്റെ അനുഭവത്തിലേക്ക് വരണം. അപ്പം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, നമ്മളെ ജീവൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷവും നമുക്കൊരു വ്യത്യാസവും ഉണ്ടാകുന്നില്ല എങ്കിൽ there is something wrong. എന്താ, ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോടത് പറഞ്ഞു, ഒരുവൻ ക്രിസ്തുവിലായാലും പുതിയ സൃഷ്ടിയാകുന്നു. എന്താണ് അതിൻ്റെ വ്യത്യാസം? കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു തരുന്നു എന്നുള്ളൊരു ഭാഗം, മരണഭാഷങ്ങൾ അറുക്കപ്പെട്ടു നമ്മളെ ജീവൻ്റെ ഭാഗമാക്കി തീർത്തു എന്നുള്ളതൊരു ഭാഗം. എന്നാൽ അതുകൊണ്ട് മാത്രം കാര്യമായില്ല. രണ്ടാമത്തെ ഭാഗമുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മളെ കർത്താവ് നമ്മളെ ഒരു കുഴിയിൽ കണ്ടു. ഞാൻ കുഴി കിടന്നിട്ട് കർത്താവിനെ വിളിച്ചു, കർത്താവ് എന്നെ സഹായിക്കണം. കർത്താവ് പറഞ്ഞു, ഞാൻ തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് കർത്താവ് വന്ന് ക്ഷമിച്ചു തന്നു എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമുണ്ടോ? എന്നെ അതിൽ നിന്നും കുഴിയിൽ നിന്ന് പൊക്കിയെടുത്ത് വെളിയിൽ വെച്ചാലല്ലേ കാര്യമുള്ളൂ. അപ്പോൾ ഞാനൊരു കുടിയനായിരുന്നു. കർത്താവ് പറഞ്ഞു, കർത്താവേ തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം. കർത്താവ് ക്ഷമിച്ചു കേട്ടോ, നിൻ്റെ പാപമെല്ലാം ഞാൻ ഏറ്റെടുത്തു. അതുകൊണ്ട് രക്ഷ പൂർണ്ണമാകുന്നുണ്ടോ? ഇല്ല. പാപം ക്ഷമിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ രണ്ടാമത് പറയുകയാണ്, നിന്നെ കുടിക്കാത്തൊരു മനുഷ്യനാക്കി തീർക്കും. അതാണ് പറഞ്ഞത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഇതാണ് ഒരു അത്ഭുതം എന്ന് പറയുന്നത്. ഇതാണ് വീണ്ടും ഞാൻ ഒരു അത്ഭുതം എന്ന് പറയുന്നത്. പ്രൈസ് ഗോഡ്. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ കർത്താവ് ഹൃദയത്തിൽ ചെയ്യും എന്ന് പറയുമ്പോൾ നമുക്കതങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് പറ്റുകയില്ല. പക്ഷേ പലരുടെയും അനുഭവങ്ങൾ നിങ്ങൾക്ക് സാക്ഷ്യം ചോദിച്ചാൽ പറയാനായിട്ട് വരും. യെസ്, ഐ വാസ് അഡിക്റ്റ് ടു certain things, but once I became a Christian, my desire has changed. അതുകൊണ്ട് അതിൻ്റെ പിറ്റേ ദിവസം അവൻ പരിശുദ്ധനായി എല്ലാം തികഞ്ഞു എന്നല്ല, ചില കാര്യത്തെക്കുറിച്ച് ആ വ്യക്തിക്ക് വിടുതൽ കിട്ടുന്നതായിട്ട് കാണും. ഒരു പർട്ടിക്കുലറായിട്ടുള്ള വിഷയത്തിൽ ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആയിരുന്നു. പക്ഷേ ദൈവം സഹായിച്ച് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ദൈവം വ്യത്യാസം. ഒരു ട്രെയിനിങ് ക്ലാസ്സിലോ വലിയ ഫിസിയോതെറാപ്പി അല്ല സൈക്കോളജി ക്ലാസ്സിലോ ഒന്നും പോയിട്ടൊന്നുമല്ല, ഹൃദയത്തിൽ ദൈവം വ്യത്യാസം വരുത്തുക. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തു ഒരു മനുഷ്യനെ പുതുതാക്കുമ്പോൾ അവനൊരു പുതിയ ഹൃദയം കൊടുക്കണം. അതിനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. നമുക്കറിയാം ഈ പന്നിയുടെ സ്വഭാവം എന്തോ നമുക്കറിയാം. പന്നിയുടെ സ്വഭാവം എങ്ങനെയാണ്? നമ്മൾ എവിടെ ചെന്നെന്ന് പറഞ്ഞാൽ ഈ പന്നി ഇങ്ങനെ അഴുക്കിനകത്തോട് എപ്പോഴും പൊയ്ക്കൊണ്ടേയിരിക്കും. എവിടെ പോയാലും അതാ പന്നിയുടെ സ്വഭാവം അങ്ങനെയാണ്. അപ്പം നമ്മൾ ഒരു പക്ഷെങ്കിൽ ഈ പന്നിയെ പിടിച്ചുകൊണ്ട് വന്ന് കുളിപ്പിച്ച് നല്ല ഉടുപ്പൊക്കെ ഇടിപ്പിച്ച് പൗഡറൊക്കെ ഇട്ട് പിന്നെ അവിടെ നിർത്തിവെച്ച് തുടലഴിച്ച് വിട്ടാൽ എന്തോ പറ്റും? പിന്നെ പന്നി ചെളിക്കകത്ത് പോയി അല്ലേ? പിന്നെ നമ്മൾ പൊക്കിക്കൊണ്ടുവരും. എടാ നിന്നെ കുളിപ്പിച്ച് കൊണ്ടുവന്നല്ലേ, അങ്ങനെ കുളിപ്പിച്ച്. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എന്നാണെന്നറിയോ? കർത്താവായ യേശു ക്രിസ്തു നമ്മളെ കുളിപ്പിച്ച് നിർത്തുന്നു, പിന്നെ നമ്മളെ അഴിച്ചു വിടുന്നു, നമ്മൾ പിന്നെയും ചെളിക്കകത്ത് പോകുന്നു, പൊക്കിക്കൊണ്ടുവരുന്നു, പിന്നെയും കുളിപ്പിച്ച് നിർത്തുന്നു. ഇതല്ല കർത്താവിൻ്റെ രക്ഷ. എന്നാൽ പൂച്ചയെ കണ്ടിട്ടുണ്ടോ? പൂച്ചയുടെ വ്യത്യാസം. പൂച്ചയുടെ എന്താ വ്യത്യാസം? പൂച്ച എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെയാണ്? ആ പൂച്ച നമ്മൾ അഥവാ ഈ അഴുക്ക് വെള്ളത്തിനകത്ത് കാണാൻ വീണ അതിങ്ങനെ നക്കി തുടച്ച് എപ്പോഴും തന്നെ സൂക്ഷിച്ച് ഇങ്ങനെ ഇരിക്കും, വെളുത്ത് ഒക്കെ ഇരിക്കും. അതുകൊണ്ടാണ് പലർക്കും പൂച്ചയെ വളർത്താൻ കൊള്ളില്ല. എത്ര പേര് പന്നിയെ വളർത്താറുണ്ട് ഇല്ലേ? കഴിക്കാൻ വേണ്ടിയൊക്കെ എന്തെങ്കിലും ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും, പക്ഷേ പൂച്ചയാണ് എല്ലാവരും, കാരണം അത് ക്ലീനായിട്ട് തന്നെ സൂക്ഷിക്കുന്ന ഒരായിട്ട് കാണാൻ കഴിയണം. അപ്പം അതിൻ്റെ ഹൃദയത്തിനകത്ത് തന്നെ ഒരു വ്യത്യാസമാണ്. ഇനി അഥവാ അഴുക്കിനകത്ത് വല്ലതും വീണാൽ അത് തന്നെ സൂക്ഷിക്കുന്നു. അപ്പം കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിലൊരു വ്യത്യാസം തരുന്നു എന്ന് പറയുമ്പോൾ, പുതിയ ഒരു അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ, നമ്മുടെ ഹൃദയത്തിനകത്ത് കർത്താവ് വ്യത്യാസം വരുത്തുക.
ആദ്യത്തെ നമ്മുടെ ഹൃദയം എങ്ങനെയായിരുന്നു? പന്നിയുടെ ഹൃദയം പോലെ. ഏത് അഴുക്കിനകത്തോടും കണ്ട ഉടനെ അങ്ങ് ചാടുക. അത് കഴിഞ്ഞിട്ട് തിരിച്ച്, പക്ഷേ എന്നാൽ വീണ്ടും അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, കർത്താവിലേക്ക് വന്നു കഴിയുമ്പോൾ കർത്താവ് നമ്മളെ വ്യത്യാസപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു പൂച്ചയുടെ സ്വഭാവം പോലെ നമുക്ക് ആ ഹൃദയത്തിൽ ഒരു വിശുദ്ധിയിൽ, ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ സൂക്ഷിക്കപ്പെടുവാൻ ദൈവം നമ്മളെ വ്യത്യാസപ്പെടുത്തിയ. അപ്പം ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് ഞാൻ പറഞ്ഞല്ലോ, പെർഫെക്റ്റ് ആകുകയല്ല. ദ ഡേ ഇൻ വിച്ച് യു ആർ ബോൺ അഗെയിൻ, അത് കഴിഞ്ഞ് പെർഫെക്റ്റ് ആയി, അത് കഴിഞ്ഞിട്ട് ഒരു പ്രശ്നത്തിൽ ഒരു പാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തിരുന്നില്ല. വീഴാം, മുമ്പോട്ട് പോകാം. എന്നാൽ കർത്താവ് തന്ന ആ ഒരു വർക്കിനെ നമ്മൾ പിന്നെയും മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. അതിനാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ, സാങ്ക്ടിഫിക്കേഷൻ, പരിപൂർണ്ണമായ ദൈവം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് പറയുന്നത്. ആ ഒരു വ്യത്യാസമാണ്. എന്നാൽ ചിലർ പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഞങ്ങൾ ഭയങ്കര കോപിഷ്ഠരാണ്, ഇപ്പോഴും ഞാൻ അങ്ങനെ തുടരുക. മനസ്സിലാകുന്നുണ്ടോ പ്രിയ സഹോദരങ്ങളെ? കർത്താവായ യേശു ക്രിസ്തു നിന്നെ വീണ്ടും ജനന അനുഭവത്തിലേക്ക് നടത്തിയതാണെങ്കിൽ ഇനിയും നീ കൺഫസ് ചെയ്യേണ്ട എന്നാന്നറിയോ? യെസ്, ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഇങ്ങനെ ആയിരുന്നു, പക്ഷേ അവൻ എന്നെ പുതിയ സൃഷ്ടിയാക്കി. God has changed me. Now I'm working with my Lord to change in the other direction. ഞാനത് കോപം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രയാസം ഉണ്ടാകത്തില്ല. കാരണം അതൊക്കെ സമൂഹത്തിൽ വലിയ ബുദ്ധിമുട്ടുള്ള കോപം, എല്ലാവരും കോപിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് പാവത്തെ അത്ര വലിയ കാര്യമായിട്ട് കാണില്ല. എന്നാൽ ഞങ്ങൾ കുടുംബമായിട്ട് വ്യഭിചാരം ചെയ്യുന്നവരായിരുന്നു. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു എന്നെ വിടുവിച്ചു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീയോട് കർത്താവ് പറഞ്ഞ കാര്യം എന്നാണെന്നറിയോ? ഇനിമേൽ നീ പാപം ചെയ്യരുത്. കർത്താവായ യേശു ക്രിസ്തു നമ്മളെ വിടുവിച്ച് നമ്മളെ കൊണ്ടുവന്നു. നമ്മളെ പാപം നമ്മളോട് ക്ഷമിച്ചു തന്നു. ശരിയാണ്, വലിയ കൊല ചെയ്തു, ക്ഷമിച്ചു തന്നു. ഒരുപക്ഷെ ഈ ലോകം നമുക്ക് ക്ഷമിച്ചു തരത്തില്ലായിരിക്കാം, പക്ഷേ സ്വർഗത്തിലെ ദൈവം നമ്മുടെ പാപം ക്ഷമിച്ചു തന്നു, നമ്മളെ പുതിയ മനുഷ്യനാക്കി, നമുക്ക് പുതിയ അക്കൗണ്ട് തന്നു. എന്നിട്ട് നമ്മളോട് പറയാണ്, ഇനിമേൽ നീ പാപം ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. ആ സുവിശേഷത്തിൻ്റെ 2-ാമത്തെ ഭാഗം എന്ന് പറയുന്നത്, ആ സുവിശേഷത്തിൻ്റെ ഭാഗം ഇങ്ങനെയാണ്: എന്നെ കർത്താവ് പുതിയ ജീവനിലേക്ക് നടത്തുക. പ്രൈസ് ഗോഡ്. അത് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും പറയുന്നുണ്ട്, എൻ്റെ അപ്പാപ്പൻ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, ഞാൻ ചോദിക്കുന്നത്, വീണ്ടും ഞാൻ പ്രാപിച്ചതാണെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ജീവിതത്തിലുണ്ടെങ്കിൽ, വി നീഡ് ടു സേ യെസ്, ഇറ്റ് വാസ് ദ പാസ്റ്റ്, ബട്ട് ദ ലോർഡ് ഹസ് ഡൺ എ വർക്ക് ഇൻ മൈ ലൈഫ്. അത് നമ്മുടെ ജീവിതത്തിൽ പാരമ്പര്യമായി നിങ്ങൾ വിശ്വാസികളാണ് എന്ന് പറയുന്ന ഓരോരുത്തരോടും I want to ask this question. What is your statement? നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ കണ്ട് വിശ്വാസത്തിലോട്ട് വന്നതിന് ശേഷം നിങ്ങളുടെ ഡ്രസ്സിന് വ്യത്യാസം വന്നായിരിക്കാം, ഒരുപക്ഷെ നിങ്ങളുടെ സ്റ്റൈലിന് വ്യത്യാസം വന്നായിരിക്കാം, പക്ഷേ ഹൃദയത്തിന് വ്യത്യാസം വന്നോ ഇല്ലയോ എന്നാണ് നമുക്ക് അറിയണ്ടേ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ കാറ്റിനെ കാണാൻ കഴിയാത്തതുപോലെ അതിൻ്റെ എഫക്റ്റ് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഒരു വ്യക്തി വീണ്ടും ജനിച്ചാണോ ഇല്ലയോ എന്നുള്ളത് ഒരുപക്ഷെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ പോയി നോക്കിയാൽ, ജീവൻ്റെ പുസ്തകം നമ്മുടെ ആരുടെയും കയ്യിൽ നമുക്ക് കൈവച്ച് തന്നിട്ടില്ല. അതുകൊണ്ട് ആരുടെയൊക്കെ പേര് അതിനകത്തുണ്ട് എന്ന് 100% നമുക്കാർക്കും ഉറപ്പില്ല. പക്ഷേ ദൈവത്തിന് ഉറപ്പുണ്ട്. നമ്മുടെ ഹൃദയത്തിനകത്തുള്ള നമുക്ക് വ്യക്തിപരമായി നമുക്കറിയാം നമ്മുടെ ഹൃദയം, നമ്മുടെ പേര് അതിനകത്തുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. പക്ഷേ എനിക്കിപ്പോൾ സവൻ്റെ കാര്യത്തെക്കുറിച്ച് എനിക്കത് പറയാൻ എൻ്റെ അടുക്ക് അങ്ങനെ ഓതറൈസേഷൻ ഒന്നും തന്നിട്ടില്ല. പക്ഷേ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ ജീവിതം കണ്ടിട്ട് പറയണം, ആൾക്ക് വ്യത്യസ്തമുള്ള സ്വഭാവം. യോശുവയും കാലേബിനെയും കണ്ടപ്പോൾ പറഞ്ഞു, ഇവർ രണ്ടുപേരും വ്യത്യസ്തമായിട്ടുള്ളവരാണ്. അത് നമ്മുടെ സ്റ്റൈല് മാത്രമല്ല, ഹൃദയത്തിൻ്റെ അത്യാവസ്ഥ കണ്ടിട്ട്, നമ്മളുടെ സ്വഭാവം കണ്ടിട്ട്, അവരുടെ സംസാരം കണ്ടിട്ട്, പത്രോസിനെ കണ്ടിട്ട് അവർ ചോദിച്ചു, ഇവനും യേശുവിൻ്റെ കൂടെയല്ലേ? വ്യത്യാസം എന്താ മനസ്സിലായേ? കുറേ കാലം ഇദ്ദേഹത്തിൻ്റെ കൂടെ നടന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ സ്വഭാവത്തിന് വ്യത്യാസം വന്ന് കാണും, അവൻ്റെ സ്റ്റൈലിന് വ്യത്യാസം വന്ന് കാണും. പറഞ്ഞു, ഇവനും യേശു മുക്കുവനാണ്, പക്ഷേ ഇവനും ആ തച്ചനായ യേശുവിൻ്റെ കൂടെയുള്ള മനുഷ്യനല്ലേ? പ്രിയ സഹോദരങ്ങളെ, നമ്മളുടെ ജീവിതത്തിൽ വ്യത്യാസം വരുത്തുന്ന സുവിശേഷം അല്ലെങ്കിൽ പിന്നെ ആ സുവിശേഷം പൂർണ്ണമായും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് ചോദ്യചിഹ്നമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന് 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നല്ലോ, വായിച്ചാട് വാക്യം. 2 കൊരിന്ത്യർ chapter 3 verse 18. 2 Corinthians chapter 3 verse 18. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. തേജസ്സിൽ നിന്ന് തേജസ്സിലോട്ട്. അത് ഞാൻ പറഞ്ഞത്, ഒരു ദിവസം കൊണ്ട് എല്ലാം അങ്ങ് തികയുമല്ല. ഒരു ദിവസങ്ങൾ വീണു, പക്ഷെ സാരമില്ല, കർത്താവായ യേശു ക്രിസ്തു ക്ഷമിക്കും.
എന്നാൽ കർത്താവ് ഹൃദയത്തിൽ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. കർത്താവ് വീണപ്പോഴേക്കും പൂച്ചയുടെ സ്വഭാവം പോലെ കർത്താവെ തെറ്റിപ്പോയി, പറഞ്ഞത് തെറ്റി, നോക്കിയത് തെറ്റി, ശരിയായില്ല, അങ്ങനെ ആയിരുന്നില്ല. ആ ഒരു ബോധ്യം ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. നമ്മുടെ പരിശുദ്ധാത്മാവ് സെൻസിറ്റീവായിട്ട് നമ്മൾ സൂക്ഷിക്കുന്നില്ല എങ്കിൽ, കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ ഞാനത് പറഞ്ഞാണ്, നമ്മുടെ കണ്ണിൻ്റെ പോള ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ദൈവം തന്നിരിക്കുന്ന കണ്ണിൻ്റെ പോള ഇങ്ങനെ അടഞ്ഞുകൊണ്ടിരിക്കുക. എന്തിനാണെന്നറിയോ? കണ്ണിനെ സെൻസിറ്റീവായിട്ട് സൂക്ഷിക്കാൻ. കണ്ണിൻ്റെ പോള അടഞ്ഞില്ലായിരുന്നു എന്ത് പറ്റിയെന്നെ? പൊടിപടലങ്ങൾ പെട്ട് അതിൻ്റെ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെടും. അതുകൊണ്ട് കൺപോളകൾ ഇങ്ങനെ നനച്ച് കർത്താവ് ഇങ്ങനെ ഒരു സൃഷ്ടി തന്നിരിക്കുന്ന ഇങ്ങനെ വൈപ്പ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുകൊണ്ടേയിരിക്കുക. വൈപ്പിംഗ് ആൻഡ് ക്ലീനിങ്. നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മുടെ കണ്ണുപോലെ ക്ലീനായി സെൻസിറ്റീവായിട്ട് സൂക്ഷിക്കുന്നിടത്തോളം കാലം നമുക്ക് വലിയ ഇപ്പോൾ കണ്ണിൽ എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്കറിയാം. എന്നാൽ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെട്ട കണ്ണായി വല്ല പരിശുദ്ധാത്മാവ് സെൻസിറ്റിവിറ്റി നഷ്ടപ്പെട്ടാണെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാലും ദർ ഇസ് നോ എഫക്റ്റ്. യു ഡോണ്ട് ഫീൽ ഇറ്റ്. റിപ്പൻറ്റ്, മാനസാന്തരപ്പെട്ട് എവിടെ നിന്ന് വീണോ അവിടെ പോയി കർത്താവേ എന്നെ സഹായിക്കണം. ഐ വോണ്ട് ടു കം ബാക്ക് ടു ദ പ്ലേസ് വേർ ഹാവ് ലോസ്റ്റ് ദ കണക്ഷൻ വിത്ത് യു. ആ ഒരു മാനസാന്തരത്തിലേക്ക് കടന്നു വരണം. പ്രിയ സഹോദരങ്ങളെ, നമ്മളുടെ ജീവിതത്തിൽ ഈ രണ്ട് ഭാഗം, ഇമ്മാനുവേൽ എന്ന് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തു നമ്മോട് കൂടെ എന്നുള്ള അനുഭവത്തിൽ കർത്താവ് നമ്മുടെ കൂടെ നടക്കുന്ന ആ ഒരു കാര്യം, മരണപാശങ്ങളിൽ നിന്ന് എന്നെ അറുത്ത് കർത്താവ് എന്നെ വിടുവിച്ചു എന്ന് പറഞ്ഞാൽ എന്നെ പിശാച് പിടിച്ചു വച്ചിരുന്ന എല്ലാത്തിൽ നിന്നും വിടുവിച്ചു. കർത്താവ് എനിക്ക് ആ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ തന്നു. പ്രൈസ് ദ ലോർഡ്. അത് പാപക്ഷമം മാത്രമായിരുന്നില്ല, ജീവൻ്റെ പുതുക്കത്തിലേക്ക് കർത്താവ് നടത്തുന്ന ഒരനുഭവം. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് തന്നെ സഹോദര സഹോദരി എന്ന് പേര് പറയുന്ന ഓരോരുത്തരും അവരവരുടെ സ്വഭാവങ്ങളും അവരവരുടെ കാര്യങ്ങളും ഒക്കെ ടെസ്റ്റ് ചെയ്യപ്പെടണം. എന്തിനാണെന്നറിയോ? അകത്ത് ഒരു പ്രവൃത്തി കർത്താവ് ചെയ്തിട്ടുണ്ട്, അത് പുറത്തോട്ട് വ്യാപരിക്കേണ്ടതായിട്ടുള്ള വലിയ ആവശ്യമുണ്ട് നമ്മുടെ ഓരോ കാര്യങ്ങൾ. അതുകൊണ്ടാണ് റോമൻസ് 12 കടന്നു വരുമ്പോഴേക്കൊക്കെ യാഗത്തെക്കുറിച്ചൊക്കെ അവിടെ പറഞ്ഞത്. അതെല്ലാം കൂടെ എടുക്കാൻ നമുക്ക് നേരമില്ലല്ലോ. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അങ്ങനെ നമ്മളിവിടെ സൂക്ഷിക്കപ്പെടുമ്പോൾ ഒരു ദിവസം വരും. 1 തെസ്സലോനിക്ക 4 അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ, 1 തെസ്സലോനിക്ക 4 അധ്യായം 16-17 വാക്യങ്ങൾ പറയണം. അങ്ങനെ സൂക്ഷിക്കപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം 1 തെസ്സലോനിക്ക ചാപ്റ്റർ 16-17 വാക്യങ്ങൾ, 1 തെസ്സലോനിക്ക 4 അധ്യായം 16-17 വാക്യങ്ങൾ ഓശാട്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മളെക്കാലം ഇങ്ങനെ അങ്ങനെ പോകുന്നില്ല. ഒരു ദിവസം കർത്താവ് ആകാശത്തിന്, ഒരു പക്ഷേ നമ്മൾ മരിച്ചില്ല എങ്കിൽ, അതിന് മുമ്പാണ് കർത്താവ് വരുന്നതെങ്കിൽ, കർത്താവ് ആകാശത്ത് വരും. തൻ്റെ ദൂതന്മാരുമായി തൻ്റെ കാഹളം ധ്വനിപ്പിക്കും. ആ കാഹളം ധ്വനിക്കുമ്പോൾ തൻ്റെ ഏഞ്ചൽസിനെ ഭൂമിയുടെ അങ്ങേയറ്റത്തോളം ഇങ്ങേയറ്റത്തോളം അയക്കും. തനിക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന തൻ്റെ മക്കളെ ചേർത്തുകൊള്ളും. അതിനാദ്യം മരിച്ചവർ മുമ്പേയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം കൂടെ കാണണം. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പ്രിയ സഹോദരങ്ങളെ, ഒരു വ്യക്തി മരിച്ചു നമ്മൾ പോകുമ്പോൾ ആ വ്യക്തിയോട് നമുക്ക് പറയാനായിട്ടുള്ള ഏറ്റവും വലിയ കാര്യം, നമുക്ക് ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യമുണ്ട്. നീ എങ്ങോട്ടാണ് പോകുന്നത്? ഇവിടെ നിന്ന് പോകുന്നു, ശവക്കോട്ട വരെ പോവും, അല്ലെങ്കിൽ ഏതെങ്കിലും കർമ്മം ആയിക്കോട്ടെ അവിടെ വരെ പോകുമായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ടോ ഉറപ്പുണ്ടായിരിക്കണം, നിത്യജീവനിൽ ദൈവത്തോടു കൂടി ആയിരിക്കുമെന്ന് ഉറപ്പുണ്ടായിരിക്കണം. നമ്പർ 1. ഇവിടെ ആയിരിക്കുമ്പോൾ നമുക്ക് കർത്താവ് ആയുസ് തരുന്നിടത്തോളം കാലം നമ്മുടെ ഹൃദയത്തിൽ മരണപാശങ്ങൾ അറുത്തു എന്ന് പറയുമ്പോൾ ലോകത്തിലെ പ്രശ്നങ്ങളെ മാത്രമല്ല അറുക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്. മരണപാശങ്ങൾ അറുക്കെന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു എന്നെ പിശാച് കെട്ടിയിരിക്കുന്ന എല്ലാ വിഷയത്തിൽ നിന്നും വിടുവിച്ച്. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് കർത്താവ് അതിനു വേണ്ടിയാണ് വന്നതെന്ന്? ഉറപ്പില്ല. വായിക്കാം. 1 യോഹന്നാൻ 3 അധ്യായം, 1 യോഹന്നാൻ 3 അധ്യായത്തിൻ്റെ 8 വാക്യം. This is the plan of the Lord. Verse 8, 3:8. For this purpose the Son of God was manifested, that he might destroy the works of the devil. എന്തിനു വേണ്ടി കർത്താവായ യേശു ക്രിസ്തു വന്നത്? പിശാചിൻ്റെ പ്രവർത്തികളെ അഴിപ്പാൻ. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഈ പിശാച് എവിടെയൊക്കെ കൂട് ഉണ്ടാക്കുന്നുണ്ടോ, എന്തൊക്കെ വിഷയങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ, ഇതിനെ അഴിപ്പാൻ അത്രേ
കർത്താവായ യേശു ക്രിസ്തു വന്നത്. ആ വായിച്ചാട്ടെ, ഒന്നുകൂടെ ആ മലയാളത്തിൽ ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ഹല്ലേലൂയ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനല്ലോ ദൈവപുത്രൻ പ്രത്യക്ഷനായി. പ്രിയ സഹോദരങ്ങളെ, നമ്മളൊക്കെ കർത്താവായ യേശു ക്രിസ്തു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഗോസ്പൽ അല്ല തന്നെ. വളരെ സിമ്പിളായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഏതൊരു കുട്ടിക്കും മനസ്സിലാവും. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടോ നമ്മുടെ ഇതും കൊണ്ടല്ല. ഈ പെസഹ കുഞ്ഞാടിൽ ജീവൻ അർപ്പിച്ച്, കർത്താവേ എൻ്റെ ജീവിതത്തിൽ നീ കടന്നു വരണം, എൻ്റെ പാപങ്ങളെ ക്ഷമിച്ചു തരണം, നീ എൻ്റെ രാജാവും കർത്താവുമായി എൻ്റേതായിരിക്കുമെന്ന് എൻ്റെ ജീവനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ ലോകം നമ്മുടെ കൂടെ കാണത്തില്ലായിരിക്കാം. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞാൽ ഞാൻ ഒരു നാളും നിന്നെ കൈവിടുകയില്ല. ആ കർത്താവായ യേശു ക്രിസ്തു അന്ത്യം വരെയും നമ്മളെ ചുമക്കാമെന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. യെശയ്യാവിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വാക്യങ്ങൾ നമ്മൾ വായിച്ചു. നമ്മൾ തൻ്റെ വിഗ്രഹങ്ങളെ ചുമന്നുകൊണ്ട് നടക്കുന്നവരോട് ദൈവം പറഞ്ഞു, ഈ വിഗ്രഹങ്ങളെ നിങ്ങൾ ചുമക്കുന്നു, എന്നാൽ നിങ്ങളെ ഞാൻ ചുമക്കാമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. വ്യത്യാസം മനസ്സിലാകണം. ആ ദൈവത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. നമ്മളെ ചുമക്കുന്ന എന്നുവരെ, ഒരു ദിവസമോ 2 ദിവസമോ അല്ല, നരയ്ക്കുവോളം, നമുക്ക് ഈ ലോകത്ത് നിന്ന് പോകുവോളം നമ്മുടെ പ്രത്യാശ എന്നാണ് പ്രിയ സഹോദരങ്ങളെ? കർത്താവായ യേശു ക്രിസ്തു ഒരു ദിവസം വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ധൈര്യത്തോടെ മീറ്റ് ചെയ്യുവാൻ ദൈവം നമുക്ക് കൃപ നൽകണം. ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ ഒരു വാഗ്ദത്തമാണ് നമ്മളെ മരണഭാഷകൾ. അതുകൊണ്ട് നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്ന ആ വാക്യം ഒന്നുകൂടെ വായിച്ചാൽ നമുക്ക് 116 സങ്കീർത്തനം 1, 2, 3 വാക്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ വായിച്ച് നമുക്ക് നിർത്താം. യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ തൻ്റെ ചെവി എങ്കിലേക്ക് ചായച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കും. മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാളവേദനകൾ എന്നെ പിടിച്ചു, ഞാൻ കഷ്ടതയും സങ്കടവും അനുഭവിച്ചു. എന്നാൽ അടുത്ത വാക്യം, അയ്യോ യഹോവേ, എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. യഹോവ കൃപയും നീതിയുമുള്ളവൻ, നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ. യഹോവ അല്പബുദ്ധികളെ പാലിക്കുന്നു. ഞാൻ എളിമപ്പെട്ടു, അവൻ എന്നെ രക്ഷിച്ചു. പ്രൈസ് ഗോഡ്. ദാറ്റ്സ് ഓൾ. ഞാൻ എന്നെ തന്നെ താഴ്ത്തി. there's only one thing. If you humble ourselves before this mighty God, ഈ ദൈവത്തിന് മുമ്പിൽ തങ്ങളെ തന്നെ താഴ്ത്തുന്നവരെ ദൈവം കടാക്ഷിക്കും. എന്നാൽ താഴ്ത്താത്തവരോടോ ദൈവത്തിന് കരുണ കാണിക്കാൻ കഴിയില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ താണിരിപ്പാൻ, ആ വലിയ കരത്തിൻ്റെ കീഴിൽ, ആ അത്യുന്നതൻ്റെ കരത്തിൻ്റെ കീഴിൽ താണിരിപ്പാൻ നമുക്ക് ഏവർക്കും ഇടയാകട്ടെ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.